വായ്പാ തട്ടിപ്പ് നടത്തിയ ICICI മുൻ മേധാവി ചന്ദ കൊച്ചാറിനെതിരെ കേസെടുത്ത CBI ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. ദില്ലിയിൽ നിന്ന് റാഞ്ചിയിലേക്കാണ് മാറ്റിയത്. കേസെടുത്തതിനെതിരെ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി രംഗത്തെത്തിയിരുന്നു. CBI SP സുധാൻഷു ധൻ മിശ്രയാണ് സ്ഥലം മാറ്റിയത്. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സന്തോഷ്, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ആനന്ദ്, വായ്പയിൽ മുങ്ങിക്കിടിക്കുന്ന വീഡിയോകോണിന് 3250 കോടി രൂപയുടെ ബാങ്ക് വായ്പ ICICI ക്രമവിരുദ്ധമായി നൽകി എന്നൊരു കേസിൽ CBI നേരത്തെ കഴിഞ്ഞ 24-ാം തീയതി കേസെടുത്തിരുന്നു. അന്നത്തെ ICICI മേധാവിയായിരുന്ന ചന്ദ കൊച്ചാർ അടക്കമുള്ളവർക്കെതിരെയായിരുന്നു കേസ്. വീഡിയോകോണിന്റെ MDയും FIRൽ ഉൾപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ്, അതായത് 24-ാം തീയതിയാണ് CBIയുടെ ഡൽഹി ആസ്ഥാനത്തെ ബാങ്കിംഗ് ആൻഡ് സെക്യൂരിറ്റി ഫ്രോഡ് സെല്ലിന്റെ SP സുധാംശു മിശ്ര ഈ കേസ് രജിസ്റ്റർ ചെയ്ത് FIR തയ്യാറാക്കി ഒപ്പിടുന്നത്. അതിന് തൊട്ടടുത്ത ദിവസം 25-ാം തീയതി രാവിലെ തന്നെ SP സുധാംശു മിശ്രയെ ദില്ലിയിൽ നിന്ന് തെറിപ്പിച്ചു. ദില്ലി ആസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി റാഞ്ചിയിലേക്കാണ് ഇപ്പോൾ പുതിയ നിയമനം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ബാങ്കിംഗ് ആൻഡ് സെക്യൂരിറ്റീസ് ഫ്രോഡ് സെല്ലിനായിരുന്നു ഇത്തരം ബാങ്ക് വായ്പാ തട്ടിപ്പുകൾ അന്വേഷിക്കാനുള്ള ചുമതല. വിഭാഗത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി എക്കണോമിക്സ് സെക്യൂരിറ്റി വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിലേക്കും ഈ സുധാംശു മിശ്രയെ മാറ്റി. ഇനി ഒരു തരത്തിൽ പോലും ഈ FIR ഇട്ട SP-ക്ക് ഈ കേസുമായി ബന്ധപ്പെടാൻ കഴിയാത്ത വിധത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ചന്ദ കൊച്ചാറിനെതിരെയൊക്കെ കേസെടുത്തത് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ അതൃപ്തിക്ക് ഇടയാക്കിയിരുന്നു. അദ്ദേഹം അത് ട്വിറ്ററിലൂടെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇത് ഇൻവെസ്റ്റിഗേഷൻ ആക്ടിവിസം എന്നായിരുന്നു അന്ന് ഈ അരുൺ ജെയ്റ്റ്ലി വിമർശിച്ചത്. എന്തായാലും വിമർശനത്തിന് തൊട്ട് പിന്നാലെ തന്നെയാണ് അദ്ദേഹത്തിന് സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ബാങ്ക് വായ്പാ തട്ടിപ്പുകൾ വളരെ വലിയ തോതിൽ പ്രകടമായി വരുന്ന ഒരു കാലം കൂടിയായിരുന്നു. വിജയ് മല്യ അടക്കമുള്ളവർ രാജ്യം ബാങ്ക് വായ്പാ തട്ടിപ്പ് നടത്തി വിട്ടത് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ മൂലമാണ് എന്നൊക്കെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ICICI ബാങ്ക് വീഡിയോകോണുമായി ചേർന്ന് നടത്തിയ ഒരു തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന ഉദ്യോഗസ്ഥനെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തിരിക്കുന്നത്. ആനന്ദ്, ശരി, സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വായ്പാ തട്ടിപ്പ് നടത്തിയ ICICI മുൻ മേധാവി ചന്ദ കൊച്ചാറിനെതിരെ കേസെടുത്ത CBI ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരിക്കുന്നു. ദില്ലിയിൽ നിന്ന് റാഞ്ചിയിലേക്കാണ് മാറ്റിയത്. കേസെടുത്തതിനെതിരെ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും രംഗത്തെത്തിയിരുന്നു. CBI SP സുധാൻഷു ധൻ മിശ്രയാണ് സ്ഥലം മാറ്റിയത്. വിശദാംശങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് സന്തോഷ് നൽകിയത്. നമ്പി നാരായണന് പത്മഭൂഷൺ നൽകിയതിനെതിരെയുള്ള സെൻകുമാറിന്റെ വിമർശനങ്ങളെ തുടർന്ന് BJPയിൽ പൊട്ടിത്തെറി. സെൻകുമാറിന്റേത് ജനിതക പ്രശ്നമെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പ്രതികരിച്ചു. സെൻകുമാറിന്റെ പ്രസ്താവന മാന്യതയില്ലാത്തതെന്ന് സ്പീക്കറും പറഞ്ഞു. സാലി മുഹമ്മദ് ചേർന്നുണ്ട്. സാലി, സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ അപമര്യാദയുള്ള പ്രതികരണത്തിനെതിരെ വിമർശനം ഉയരുകയാണോ? സെൻകുമാർ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അൽഫോൺസ് കണ്ണന്താനം അല്പം മുമ്പ് കൊച്ചിയിൽ നടത്തിയത്. അതായത് പുരസ്കാരം യഥാർത്ഥത്തിൽ മലയാളിക്ക് ലഭിച്ച ഒരു പുരസ്കാരം എന്ന നിലയ്ക്ക് അത് ആഘോഷിക്കുകയായിരുന്നു വേണ്ടത്. പക്ഷേ വിവാദം ഉണ്ടാക്കുകയാണ് സെൻകുമാർ ചെയ്തത്. അതൊരു മലയാളിക്ക് കിട്ടിയ അംഗീകാരമാണ്, അത് അങ്ങനെ ആയിരുന്നു കാണേണ്ടിയിരുന്നത്. പക്ഷേ അത് വിവാദം ഉണ്ടാക്കിയത് മലയാളിയുടെ ഒരു DNA പ്രശ്നമാണ്. അതാണ് സെൻകുമാറിനെയും ബാധിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് വളരെ നിശ്ചിതമായ വിമർശനം. ഇപ്പോൾ BJP പാളയത്തിലെത്തിയിരിക്കുന്ന സെൻകുമാറിനെതിരെ നേരത്തെ തന്നെ BJPയിലെത്തുകയും കേന്ദ്രമന്ത്രിയാകുകയും ചെയ്ത കണ്ണന്താനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിമർശനം അത് BJPയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വിഷയത്തിലുണ്ടായിരിക്കുന്ന ഒരു അസ്വാരസ്യത്തിന്റെ പ്രതിഫലനം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, സെൻകുമാർ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ട ആളല്ല. സെൻകുമാർ BJP അംഗമല്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ പൊതു നിലപാടുകളിൽ അഭിപ്രായം പറയാം. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ BJPയുടെ എന്ന നിലയ്ക്ക് ഒന്നും അഭിപ്രായം പറയാൻ അദ്ദേഹം ആളല്ല എന്നാണ് കണ്ണന്താനം വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ വിഷയം BJPയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അസ്വാരസ്യം ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുന്നു കണ്ണന്താനത്തിന്റെ പൊതു പരസ്യ പ്രതികരണത്തിലൂടെ എന്ന് പറയാം. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സെൻകുമാറിന്റെ പ്രസ്താവനയിൽ വിവാദങ്ങൾക്കില്ലെന്ന് ഉമ്മൻചാണ്ടി. നമ്പി നാരായണന് കേന്ദ്ര സർക്കാർ നൽകിയ അംഗീകാരമല്ലേ പത്മഭൂഷൺ എന്നും ഉമ്മൻചാണ്ടി ചോദിച്ചു. TP പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തൊക്കെയാണ് ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായത്? കോട്ടയത്ത് BSNL ജീവനക്കാരുടെ കരാർ ജീവനക്കാരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനായിരുന്നു ഉമ്മൻചാണ്ടി. നമ്പി നാരായണനെതിരായിട്ടുള്ള സെൻകുമാറിന്റെ പ്രസ്താവനയെ സംബന്ധിച്ച് വിവാദങ്ങൾക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ
നമ്പിനാരായൺ പത്മഭൂഷൺ നൽകിയിരുന്നു. അത് കേന്ദ്ര സർക്കാർ നൽകിയ ഒരു അംഗീകാരമാണ്. അത് താനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമല്ല എന്ന രീതിയിലാണ് ഉമ്മൻചാണ്ടി കോട്ടയത്ത് നിന്നും പ്രതികരിച്ചിരിക്കുന്നത്. ശരി, ടി പി പ്രശാന്താണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും. ഉച്ചയ്ക്ക് 2 മണിയോടെ നാവികസേനാ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന മോദി കൊച്ചിൻ റിഫൈനറി സന്ദർശിക്കും. BPCLന്റെ വിവിധ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, MLA എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് തൃശൂരിലേക്ക് തിരിക്കുന്ന മോദി യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കും. ശബരിമല സമരം പരാജയമായിരുന്നുവെന്ന് BJP തന്നെ സമ്മതിച്ച സാഹചര്യത്തിലാണ് മോദിയുടെ ഈ വരവ്. ഈ മാസം 2ാമത്തെ തവണയാണ് മോദി കേരളത്തിൽ എത്തുന്നത്. നമ്പി നാരായണനെതിരായ സെൻകുമാറിന്റെ പ്രസ്താവന മാന്യതയില്ലാത്തതാണെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. അവാർഡിന്റെ യുക്തി അത് നിശ്ചയിക്കുന്ന കമ്മിറ്റികളുടെ താൽപര്യമാണ്. അത് അംഗീകരിക്കാതെ കുറ്റപ്പെടുത്തുന്നത് അപഹാസ്യമാണെന്നും സ്പീക്കർ പ്രതികരിച്ചു. മേഘ മാധവൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. മേഘ, എപ്പോഴാണ് സ്പീക്കർ ഈ പ്രതികരണം നടത്തിയത്? ആനന്ദ്, കോഴിക്കോട് എത്തിയതായിരുന്നു സ്പീക്കർ വ്യക്തമാക്കുന്ന കാര്യം എന്നത് ഒരു അവാർഡ്, പരമോന്നത ബഹുമതി നൽകുമ്പോൾ അത് ഏത് ആൾക്ക് നൽകണം, അല്ലെങ്കിൽ അയാളുടെ ക്വാളിറ്റി എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പുരസ്കാരം നൽകുന്നത്. മാന്യത ഇല്ലാത്ത രീതിയിലാണ് സെൻകുമാർ നടത്തിയ പ്രസ്താവന, മാന്യത ഇല്ലാത്തതാണ് എന്ന് തന്നെ സ്പീക്കർ വ്യക്തമാക്കുന്നു. അവാർഡിന്റെ യുക്തി അത് നിശ്ചയിക്കുന്ന കമ്മിറ്റികളുടെ താല്പര്യമാണ്. കൃത്യമായ ഒരു കമ്മിറ്റിക്ക് ബോധ്യമുണ്ടാവും നമ്പി നാരായൺ ഇതുവരെ കാലയളവിൽ ചെയ്ത കാര്യങ്ങൾ എന്ത് ആണ് എന്നതുമായി ബന്ധപ്പെട്ട് അവാർഡ് നൽകുന്ന കമ്മിറ്റിക്ക് അതിന്റെ ബോധ്യമുണ്ടാവും. അത് മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നത് അപഹാസ്യമാണ് എന്നും സ്പീക്കർ വ്യക്തമാക്കുന്നു. സെൻകുമാർ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അത് പറയാൻ തനിക്ക് പോലും നാണക്കേട് ഉണ്ട് എന്ന് തന്നെയാണ് സ്പീക്കർ വ്യക്തമാക്കുന്നത്. ഏതായാലും സെൻകുമാറിന്റെ പ്രസ്താവന, നമ്പി നാരായണനെ കുറിച്ചുള്ള പ്രസ്താവന മാന്യതയില്ലാത്തത് ആണ് എന്ന് തന്നെയാണ് സ്പീക്കർ പറഞ്ഞു വെക്കുന്നത്. ശരി, മേഘ മാധവനാണ് കോഴിക്കോട് നിന്ന് ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ പിള്ളയ്ക്കെതിരെ യുവമോർച്ചയിലും പടയൊരുക്കം. യുവമോർച്ച സംസ്ഥാന സമ്മേളന പൊതുയോഗത്തിൽ കടുത്ത വിമർശനമാണ് ശ്രീധരൻ പിള്ളയ്ക്ക് നേരെ ഉയർന്നത്. BJPയുടെ ശബരിമല സമര പരാജയവും യോഗത്തിൽ ചർച്ചയായി. കഴിഞ്ഞ ദിവസം ചേർന്ന BJP കോർ കമ്മിറ്റി യോഗത്തിന് പിന്നാലെ യുവമോർച്ച സംസ്ഥാന സമ്മേളന പ്രതിനിധി യോഗത്തിലും ശ്രീധരൻപിള്ളയ്ക്ക് രൂക്ഷമായ വിമർശനം. ശബരിമല സമരത്തിൽ പാർട്ടി അമ്പയെ പരാജയപ്പെട്ടുവെന്നും BJPക്ക് മുതലെടുപ്പ് നടത്താമായിരുന്ന സമരം ഹർത്താലിന് ആഹ്വാനം ചെയ്താക്കൾ ചാനൽ മുറിയിലും പ്രവർത്തകർ കാരാഗ്രഹത്തിലുമാകുന്ന അവസ്ഥയാണ് സമരം മൂലം ഉണ്ടായതെന്ന് കടുത്ത വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. BJP സംസ്ഥാന രാഷ്ട്രീയത്തിൽ ജാതീയത രൂക്ഷമാണെന്നും K. സുരേന്ദ്രൻ ജയിലിലായപ്പോൾ സംസ്ഥാന നേതൃത്വം ശുഷ്കാന്തി കാണിക്കാത്തത് ഇതിന്റെ തെളിവാണെന്നും ആരോപണമുണ്ടായി. പെരുന്നയിലെ പ്രസിഡന്റല്ല ശ്രീധരൻപിള്ള എന്ന് പാർട്ടി മറക്കരുതെന്നും മറ്റ് സമുദായ സംഘടനകളെ വെറുപ്പിച്ച് NSനെ മാത്രം കൂടെ കൂടുന്നത് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യില്ലെന്നും വിമർശനം ഉയർന്നു. വെള്ളാപ്പള്ളിയുടെ LDF അനുകൂല നിലപാട് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും. BDJSനെ കൊണ്ട് കാര്യമായ ഗുണം NDAക്ക് ഉണ്ടാകില്ലെന്നും യോഗത്തിൽ ചർച്ച വന്നു. പാർട്ടിയിൽ നേതാക്കളുടെ പക്ഷം പിടിച്ച് സ്ഥാനമാനങ്ങൾ വീതം വെക്കുകയാണ്. സാധാരണ പ്രവർത്തകരെ പുറന്തള്ളിക്കൊണ്ടാണ് ഇത്തരം വീതം വെപ്പെന്നും ആരോപണമുണ്ടായി. BJP രാഷ്ട്രീയത്തിലെ വിഭാഗീയത യുവമോർച്ചയിൽ കൂടി വ്യാപിപ്പിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ വിഭാഗീയത BJPക്ക് ഗുണം ചെയ്യില്ലെന്ന് ഉറപ്പാണ്. VS അഭിരാം, തൃശൂർ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഉത്തരേന്ത്യൻ മാതൃക പിന്തുടരാൻ സംഘപരിവാറിൽ ആലോചന. ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയെയും പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനെയും വത്സൻ തില്ലങ്കേരിയെയും സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നുവെന്ന് സൂചന. തൃശൂർ സീറ്റിനെ ചൊല്ലി മുരളീധര, കൃഷ്ണദാസ് പക്ഷങ്ങൾ തമ്മിൽ നേർക്കുനേർ. സീറ്റ് വിഭജന ചർച്ചകൾക്കായി NDA യോഗം ഈ മാസം അവസാനം ചേർന്നേക്കും. ശബരിമല വിഷയം കൈകാര്യം ചെയ്യുന്നതിലടക്കം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് നാണക്കേടുണ്ടാക്കിയ BJPക്ക് പകരമായി തീവ്രമുഖമുള്ള ഹൈന്ദവ നേതാക്കൾ മത്സരത്തിനിറങ്ങണമെന്ന താഴെത്തട്ടിലെ ചിന്തയാണ് നിലവിലെ ട്രാക്ക് മാറിയോടാൻ RSS നേതാക്കളെ പ്രേരിപ്പിക്കുന്നത്. കാലങ്ങളായി തീവ്ര നിലപാടെടുക്കുന്ന KP ശശികല, RSS നേതാവ് വത്സൻ തില്ലങ്കേരി, ഹിന്ദു ഐക്യവേദി നേതാവ് രവീശ തന്ത്രി എന്നിവർ BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്നാണ് സൂചന. KP ശശികലയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാൻ ആലോചിക്കുന്ന വിവരം സംഘപരിവാർ വൃത്തത്തിലുള്ളവർ BJP നേതാക്കളോട് ആശയവിനിമയം നടത്തിയതായും വിവരമുണ്ട്. വോട്ട് വിഹിതത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം
രണ്ടാം സ്ഥാനത്തെത്തിയ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ മത്സരിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ശശി തരൂർ ഇടതുമുന്നണി ദ്വന്ദ്വത്തോട് ഏറ്റുമുട്ടാൻ പ്രാപ്തിയുള്ള ദേശീയ നേതാവെന്ന പരിവേഷവും നിർമ്മലാ സീതാരാമന് അനുകൂല ഘടകമായി BJP കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. PS ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, സുരേഷ് ഗോപി എന്നീ പേരുകളും ആലോചനയിലുണ്ടെങ്കിലും തിരുവനന്തപുരം കേന്ദ്ര നേതൃത്വത്തിന്റെ സീറ്റാവാനാണ് സാധ്യത. മേൽക്കൈയുണ്ടെന്ന് BJP കരുതുന്ന മറ്റൊരു മണ്ഡലമായ തൃശൂരിൽ K സുരേന്ദ്രനും AN രാധാകൃഷ്ണനും നേർക്കുനേർ നിൽക്കുകയാണ്. മണലൂരിൽ മത്സരിച്ചതു മുതൽ AN രാധാകൃഷ്ണൻ നോട്ടമിട്ടിരുന്ന സീറ്റിൽ K സുരേന്ദ്രൻ അപ്രതീക്ഷിതമായി രംഗപ്രവേശനം ചെയ്തതാണ് തൃശൂരിലെ സന്തുലിതാവസ്ഥ തെറ്റിച്ചത്. തൃശൂരിലെ ജില്ലാ പാർട്ടിക്ക് വേണ്ടി അധ്യക്ഷൻ നാഗേഷ് സുരേന്ദ്രന് വേണ്ടി ചരട് വലിക്കുന്നു. മറ്റൊരു പ്രധാന സീറ്റായ കാസർഗോഡ് PK കൃഷ്ണദാസ്, ജില്ലാ അധ്യക്ഷൻ ശ്രീകാന്ത് എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ടെങ്കിലും ഹിന്ദു ഐക്യവേദി നേതാവ് രവീശ തന്ത്രിയുടെ പേരിനാണ് മുൻതൂക്കം. കണ്ണൂരിൽ വത്സൻ തില്ലങ്കേരി മത്സരിക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾക്ക് താൽപര്യമുണ്ട്. തില്ലങ്കേരിക്ക് താൽപര്യമില്ലെങ്കിൽ മാത്രം CK പത്മനാഭൻ സ്ഥാനാർത്ഥിയായേക്കും. കണ്ണൂരിലും വടകരയിലും പ്രമുഖ RSS നേതാവ് സദാനന്ദൻ മാസ്റ്ററുടെ പേരും പരിഗണനയിലുണ്ട്. MD രമേശ് കോഴിക്കോടും BJPയുടെ ആദ്യത്തെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനെ പാലക്കാട്ടും പരിഗണിക്കുന്നുണ്ടെന്നാണ് സംഘപരിവാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. മണ്ഡലങ്ങളുടെ പ്രാധാന്യം പരിഗണിച്ച് 10 മുതൽ 20 കോടി രൂപ വരെ നൽകാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാണ്. ഈ പണവും ഇലക്ഷൻ പിരിവും മത്സരാർത്ഥികളെ മോഹിപ്പിക്കുന്നുണ്ട്. സീറ്റ് വിഭജന ചർച്ചകൾക്കായി NDA യോഗം ഈ മാസം ജനുവരി 29 ചേർന്നേക്കും. അതിനുശേഷം BJPയിലെ സീറ്റുകളുടെ ചർച്ചകളിലേക്ക് കടക്കാനാണ് നിലവിലെ ധാരണ. S ജീവൻകുമാർ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് തീപാറുന്ന മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. ശശി തരൂരിനെ വീണ്ടും രംഗത്തിറക്കി മണ്ഡലം നിലനിർത്താൻ UDF ഒരുങ്ങുമ്പോൾ 2014 നിന്ന് വ്യത്യസ്തമായി 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും മിന്നുന്ന വിജയം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ ആകും എന്ന പ്രതീക്ഷയിലാണ് LDF. രാജ്യം നിലനിൽപ്പിന്റെ രാഷ്ട്രീയം പേറി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇറങ്ങുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ശക്തമായ സാന്നിധ്യം കൊണ്ടുതന്നെ ചൂടേറിയ ത്രികോണ മത്സരമാകും ഇത്തവണയും തിരുവനന്തപുരത്തെ വേറിട്ടു നിർത്തുന്നത്. കഴിഞ്ഞ 2 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഡോക്ടർ ശശി തരൂർ തന്നെയാണ് ഇത്തവണയും UDFന്റെ തുറുപ്പുചീട്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി, തിരുവനന്തപുരം തീ പാറുന്ന ഒരു പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കും. വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും, യാതൊരു സംശയമില്ല. ഇതിലാര് ജയിക്കും എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട LDF 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. ഒപ്പം മികച്ച സ്ഥാനാർത്ഥി കൂടി ആയാൽ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന നിശ്ചയദാർഢ്യത്തിലാണ് ഇടതുപക്ഷം. അസംബ്ലി സെഗ്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ LDFന് മുൻതൂക്കമുണ്ട്. അത് മാത്രം വെച്ച് നോക്കുകയും ഇപ്പോഴുള്ള പൊതു സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിലും LDFന് മുന്നേറ്റം ഉണ്ടാക്കാവുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതാണ് അതിന്റെ പൊതു വസ്തുത. മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നടത്തിയ പ്രകടനം ആവർത്തിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് BJP. O രാജഗോപാൽ സ്വന്തം നിലയ്ക്ക് സമാഹരിച്ച വോട്ട് ഇത്തവണ നിലനിർത്താൻ വിയർപ്പൊഴിക്കേണ്ടി വരും BJPക്ക് എന്നതാണ് യാഥാർത്ഥ്യം. BJP നല്ല കാൻഡിഡേറ്റ് ആണെങ്കിൽ BJP ഈസിയായിട്ട് ജയിക്കാം. കാരണം ഒപ്പത്തിനൊപ്പം LDFും നല്ലൊരു കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്താൽ മാത്രമേ BJPക്ക് ഈസി ആകത്തുള്ളൂ. കാരണം ആ LDF പിടിക്കേണ്ട വോട്ട് LDF പിടിക്കണം. ഒരിക്കൽ പോലും LDFന്റെ വോട്ട് BJPക്ക് ബോധപൂർവ്വം ഷിഫ്റ്റ് ചെയ്യത്തില്ല. ശബരിമല വിഷയം ഉയർത്തി BJP രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ഇറങ്ങുമ്പോൾ സംഘപരിവാറിന്റെ വർഗീയതയെ തുറന്നെതിർക്കുന്നതാകും ഇടതു വലതു മുന്നണിയുടെ പ്രചരണ ആയുധം. എന്തായാലും കടുത്ത ത്രികോണ മത്സരത്തിനൊടുവിൽ വിധി വരുമ്പോൾ മാത്രമാകും തലസ്ഥാന നഗരം ആരെ പിന്തുണച്ചു എന്ന ചിത്രം വ്യക്തമാകൂ. മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു തവണ മാത്രമാണ് ഒരു സ്ഥാനാർത്ഥിയെ 3 തവണ ലോക്സഭയിൽ എത്തിച്ചിട്ടുള്ളത്. ഈ ചരിത്രം ആവർത്തിക്കാനൊതുങ്ങിയാണ് UDF നിൽക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണനേട്ടം കൂടി പ്രചരണായുധമാകുമ്പോൾ ഇത്തവണ വിജയം കൈവരിക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് LDF. ക്യാമറമാൻ ദേവദത്തിനൊപ്പം ലെസ്ലി ജോൺ, തിരുവനന്തപുരം. ബിഷപ്പിനെതിരായ ബലാത്സംഗ കേസിൽ രാജ്യത്തെ 55 സാംസ്കാരിക സാമൂഹിക പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കന്യാസ്ത്രീകളെ കൂട്ടത്തോടെ നാടുകടത്താനുള്ള നീക്കത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടാണ് കത്ത്. സ്ഥലമാറ്റത്തിന് പിന്നിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ എന്നും കത്തിൽ പറയുന്നുണ്ട്. മദർ ജനറൽ സിസ്റ്റർ റെജീന ബിഷപ്പിന്റെ നിർദ്ദേശം നടപ്പാക്കുകയാണ്. കന്യാസ്ത്രീകളെ സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും സംരക്ഷണ വലയത്തിൽ നിന്ന് പുറത്താക്കാനാണ് നീക്കം. വിചാരണ കഴിയും വരെ കന്യാസ്ത്രീകളെ കുറുവിലങ്ങാട് മഠത്തിൽ തന്നെ പാർപ്പിക്കാൻ ഇടപെടണം എന്നും കത്തിൽ ആവശ്യമുണ്ട്. കവി സച്ചിദാനന്ദൻ, നോവലിസ്റ്റുകളായ ആനന്ദ്, മനീഷ സേധി തുടങ്ങിയവരാണ് കത്തിനെ പിന്തുണയ്ക്കുന്ന പ്രമുഖർ.
സാമ്പത്തിക തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട പ്രതികളെ പിടികൂടി തിരികെ എത്തിക്കാൻ ലക്ഷ്യമിട്ട് സിബിഐയുടെയും എൻഫോഴ്സ്മെന്റിന്റെയും പുതിയ നീക്കം. തട്ടിപ്പ് നടത്തി കരീബിയൻ ദ്വീപുകളിൽ ഉൾപ്പെടെ താമസമാക്കിയ പ്രതികളെ പിടികൂടി ഒന്നിച്ച് തിരികെ എത്തിക്കാനാണ് ശ്രമം. അടുത്തയിടെ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച മെഹുൽ ചോക്സി, പഞ്ചാബ് നാഷണൽ വായ്പാ തട്ടിപ്പിലെ മുഖ്യപ്രതി നീരവ് മോദി എന്നിവരെയാണ് പ്രധാനമായും തിരികെ എത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. പണം നൽകി പൗരത്വം സ്വന്തമാക്കാനാകുന്ന കരീബിയൻ ദ്വീപുകൾ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടുന്ന സാമ്പത്തിക തട്ടിപ്പുകാരുടെ ഇഷ്ടസങ്കേതമാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിനെ പറ്റിച്ചു കടന്ന നീരവ് മോദി, ബന്ധു മെഹുൽ ചോക്സി, വജ്രവ്യാപാരി ജതിൻ മേത്ത തുടങ്ങിയ നിരവധി സാമ്പത്തിക കുറ്റവാളികൾ കരീബിയൻ ദ്വീപുകളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമായാണ് ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത്. ഇവർ തന്നെ വിവിധ രാജ്യങ്ങളിൽ വൻതുക നിക്ഷേപം നടത്തി പൗരത്വവും നേടിയിട്ടുണ്ട്. തട്ടിപ്പ് നടത്തിയ ഉടൻ തന്നെ പ്രതികൾ നാടുവിട്ടതിനാൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണം മന്ദഗതിയിലാണ്. ഇതാണ് പ്രതികളെ ഒന്നിച്ച് ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാൻ സിബിഐയെയും എൻഫോഴ്സ്മെന്റിനെയും പ്രേരിപ്പിച്ചത്. നീക്കത്തിന്റെ ഭാഗമായി സിബിഐയുടെയും എൻഫോഴ്സ്മെന്റിന്റെയും പ്രത്യേക സംഘം തന്നെ വെസ്റ്റ് ഇൻഡീസിലേക്ക് പോകാനൊരുങ്ങുന്നതായി ഉന്നത കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ശരിവെച്ചു. എയർ ഇന്ത്യയുടെ പ്രത്യേക ബോയിംഗ് വിമാനം ദൌത്യത്തിന്റെ ഭാഗമായി കമ്മീഷൻ ചെയ്തതായും സൂചനകളുണ്ട്. കുറ്റവാളികളെ കൈമാറുന്നത് സംബന്ധിച്ച് വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് ഉടമ്പടികളില്ല. അതിനാൽ ശ്രമം എത്രത്തോളം വിജയമാകുമെന്നതിൽ ദൌത്യസംഘത്തിന് തന്നെ ആശങ്കയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സിപിഐഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയ മുൻ ACP ചൈത്രയ്ക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് നാളെ നൽകും. ADGP മനോജ് എബ്രഹാം DGPക്കാണ് റിപ്പോർട്ട് കൈമാറുക. സിപിഐഎമ്മിന്റെ പരാതിയെ തുടർന്നായിരുന്നു ചൈത്രയ്ക്കെതിരെ അന്വേഷണം നടത്തിയത്. നേരത്തെ ACPയുടെ ചുമതലയുണ്ടായിരുന്ന ചൈത്ര ADGPക്ക് വിശദീകരണം നൽകിയിരുന്നു. അതേസമയം പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞ പ്രതികളെ പിടിക്കാൻ BJPയുടെ പാർട്ടി ഓഫീസുകൾ റെയ്ഡ് നടത്താത്ത പോലീസാണ് CPMന്റെ പാർട്ടി ഓഫീസ് റെയ്ഡ് നടത്തിയതെന്ന് CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പ്രതികരിച്ചു. താൻ സംഭവ സ്ഥലത്ത് ഇല്ലാതിരുന്നിട്ടും ഉണ്ടായിരുന്നെന്നും പോലീസിനെ തടഞ്ഞെന്നും ചില മാധ്യമങ്ങൾ വാർത്ത വളച്ചൊടിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാന ബജറ്റിനെ പ്രതീക്ഷയോടെയാണ് സാംസ്കാരിക ലോകവും കാത്തിരിക്കുന്നത്. സാംസ്കാരിക മേഖലയ്ക്ക് മറ്റേത് സർക്കാരിനേക്കാളും കൂടുതൽ പരിഗണന ഈ സർക്കാർ നൽകും എന്ന വിശ്വാസത്തിലാണ് കേരളത്തിന്റെ സാംസ്കാരിക നേതൃത്വവും സാംസ്കാരിക സമൂഹവും. കേരളത്തിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് മറ്റെല്ലാ സർക്കാരുകളെക്കാളും കൂടുതൽ പരിഗണന നൽകുന്ന സർക്കാരാണ് പിണറായി വിജയനുള്ള ഈ സർക്കാർ. കഴിഞ്ഞ എല്ലാ ബഡ്ജറ്റിലും കൃത്യമായ ഒരു വിഹിതം സാംസ്കാരിക വകുപ്പിന് മാറ്റിവെക്കാൻ ഈ മന്ത്രിസഭ ശ്രമിച്ചിരുന്നു. അതിനാൽ തന്നെ ഈ വരുന്ന ബഡ്ജറ്റിലും വലിയ പ്രതീക്ഷകളാണ് സാംസ്കാരിക മേഖലയ്ക്കുള്ളത്. സാഹിത്യ അക്കാദമിക്ക് അഖിലേന്ത്യാ നിലവാരത്തിലുള്ള ഒരു സാഹിത്യ സംഗമം നടത്തിയാൽ കൊള്ളാം എന്ന പ്രതീക്ഷയുണ്ട്, ആഗ്രഹമുണ്ട്. അതിനും ഉള്ള സഹായം ചെയ്തു തരുമെന്ന് തന്നെയാണ് സാഹിത്യ അക്കാദമി പ്രതീക്ഷിക്കുന്നത്. സർക്കാർ തീർച്ചയായിട്ടും എല്ലാ ബഡ്ജറ്റിലും തന്നെ ചെറിയ വർധനവ് ഉണ്ടാകാറുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രത്യേകമായിട്ടുള്ള അപേക്ഷ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും മിക്കവാറും തന്നെ സാങ്ഷനാക്കി അല്ലെങ്കിൽ അനുവദിച്ച് തരാറുണ്ട്. ആ പ്രതീക്ഷയിലാണ് സാഹിത്യ അക്കാദമി. തീർച്ചയായിട്ടും വിജയകരമായി മുന്നോട്ട് പോകാൻ സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് തന്നെയാണ് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ എന്ന നിലയിൽ എന്റെ വിശ്വാസം. കഴിഞ്ഞ എല്ലാ ബഡ്ജറ്റിലും ലഭിച്ച പിന്തുണ ഇത്തവണയും ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് സാഹിത്യ അക്കാദമിയും ലളിതകലാ അക്കാദമിയും കലാമണ്ഡലവും സംഗീത നാടക അക്കാദമിയും അടക്കമുള്ള തൃശൂരിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ. ദേശീയ പുസ്തകോത്സവവും അന്താരാഷ്ട്ര കവിയരങ്ങും അന്താരാഷ്ട്ര തിയേറ്റർ ഫെസ്റ്റിവലെല്ലാം ഇത്തവണയും ഉണ്ടാകും എന്ന ഉറപ്പ് സാംസ്കാരിക മേഖലയ്ക്ക് ഉണ്ടെങ്കിലും പുത്തൻ പദ്ധതികളും സാംസ്കാരിക മേഖല പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലുള്ള നിരവധി സാംസ്കാരിക കേന്ദ്രങ്ങൾക്ക് പുറമെ മറ്റ് പല പദ്ധതികളും ഇത്തവണ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷ തൃശ്ശൂരിലെ സാംസ്കാരിക ലോകത്തിനുണ്ട്. സാംസ്കാരിക രംഗത്തിന് ഏറെ പരിഗണന നൽകുന്ന ഒരു സർക്കാരാണ് LDF സർക്കാർ. കഴിഞ്ഞ ബഡ്ജറ്റെല്ലാം തന്നെ കൃത്യമായ പരിഗണന സാംസ്കാരിക ലോകത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ ഇത്തവണയും കൃത്യമായ പരിഗണന തൃശ്ശൂരിലെ സാംസ്കാരിക രംഗത്തിന് ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് തൃശ്ശൂരിലെ സാംസ്കാരിക ലോകം. PP സലീമിനൊപ്പം VS അഭിരാം.